അസ്വസ്ഥമാക്കുന്ന വികാരങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിമറിച്ച് അതൊന്നും നമുക്കൊരു അപകടകാരികളല്ലാത്ത വിധത്തിൽ ആക്കിയെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ ഉള്ള ഒരു പരിശീലനം, ഇത് രണ്ടും കമ്പൽസറിയാണ്. ഏത് രണ്ടും? നമ്മുടെ ഭാരത സംസ്കൃതിയിലെ അടിത്തറ പാകിയ ആചാര്യനാണ് ഭാരതത്തിലെ സാംഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ആചാര്യനായ കപില വാസുദേവൻ. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അത്ര ഈ പേര് പരിചയമില്ല. നമുക്ക് വാസുദേവനെ പരിചയമുള്ളൂ. കപില വാസുദേവൻ എന്ന പേര് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ കപില വാസുദേവനാണ് സാംഖ്യശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം ഈ സാംഖ്യശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ, സാംഖ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും എന്തായിരിക്കണം, എന്തിനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ വ്യക്തത നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മളെ ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഈ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ജീവിതം എന്നാൽ ബോധമനസ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ബോധമനസ്സിൻ്റെ ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട്, നമുക്ക് വീണ്ടും പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം ഒന്ന് കംപ്രസ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ 3-ാം സ്കന്ധത്തിൽ 25-ാമത് അധ്യായത്തിൽ കപിലൻ തുടങ്ങുന്നത് തന്നെ അമ്മ ചോദിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിയണം. അമ്മ ദേവഹൂതിയും കപിലനും തമ്മിൽ നടത്തുന്ന സംവാദമാണ് കപില ദേവഹൂതി സംവാദം, അഥവാ ഇതിന് വിളിക്കുന്നത് മറ്റൊരു പേര്, ഇതിന് പറയുന്നത് കാപിലിയോപാഖ്യാനം എന്ന് പറയും. അപ്പോൾ ഇവിടെ അമ്മ കപിലനോട് ചോദിക്കുന്നത്, എല്ലാവരുടെയും ജീവിതം നോക്കൂ നിങ്ങൾ, പൂർവികന്മാരെങ്ങനെ കണ്ടിരുന്നു എന്ന്. അതായത് അച്ഛൻ തപസ്സിന് വേണ്ടി വിട്ടുപോയി, അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ. ഇനിയിപ്പം മകനും തന്നെ വിട്ടുപോയാൽ ജീവിതത്തിൽ ഒറ്റപ്പെടും. അപ്പം ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിൽ തളരാതെ, ഒരിക്കലും മാനസികമായി അസ്വസ്ഥമാവാതെ, ആ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാം അഡ്വേഴ്സിറ്റി എന്ന് പറയും, അതായത് പ്രതികൂലമായ ആരുമില്ല നോക്കാൻ, ആരോഗ്യവും പ്രശ്നം, അപ്പം അങ്ങനെയുള്ളൊരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു അസ്വസ്ഥതയുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് ഒരു അസ്വസ്ഥതയാക്കാതെ ആസ്വദിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ സാധിക്കും? അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രതികൂലമായ ഒരു അവസ്ഥയെ നമുക്ക് അനുകൂലമാക്കി എങ്ങനെ എടുക്കാൻ പറ്റുന്നു? നല്ല ചോദ്യമല്ലേ? ആണോ? നല്ലൊരു ചിന്തയല്ലേ? അപ്പം ഇതിന് കപിലൻ കൊടുക്കുന്ന മറുപടിയാണ് പിൽക്കാലത്ത് കാപിലിയോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പം അവിടെ ആദ്യത്തെ ശ്ലോകം തന്നെ നോക്കൂ. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യച സുഖസ്യച. അപ്പം അമ്മയോട് പറയാണ്, ദുഃഖത്തിൽ നിന്ന് ഉപരതി, മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന, അതായത് എന്താ പറഞ്ഞാൽ ഏത് അസ്വസ്ഥതകളെയും നമുക്ക്, പിരിമുറുക്കങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇത് സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത് സത്യത്തിൽ നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സ്, ശ്രദ്ധിക്കണം, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ബോധമനസ്സാണ്. ബോധം എന്ന് പറയുന്ന ശക്തി, അതിനെക്കുറിച്ച് നമ്മൾ അത്ര പഠിച്ചിട്ടില്ല. ബോധം എന്ന ശക്തി നമുക്ക് സ്വാതന്ത്ര്യവും നമുക്ക് ശക്തിയും തരുന്നതാണ്. അപ്പം നമ്മളിലുള്ള സ്വാതന്ത്ര്യവും നമ്മളിലുള്ള ശക്തിയും നമ്മളിലുള്ള കഴിവും, ഇതിനെ നമ്മൾ ശരിയായി ഡെവലപ്പ് ചെയ്തെടുത്താൽ ദുഃഖത്തെയും ദുരിതത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് കപിലൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവേണ്ടത്, ശ്രദ്ധിക്കുക, മനസ്സിനെ പോലും പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ശക്തി ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം മനസ്സിൻ്റെ ഒരു ഇമോഷണൽ തലത്തിൽ കുരുങ്ങി കിടക്കാതെ
അതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളിലെ സ്പിരിച്വൽ അഥവാ ആത്മീയമായൊരു ഭാഗം. അത് ഭക്തി കൊണ്ട് നമ്മൾ ഉണർത്തിയെടുത്താലേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് കപിലൻ പറയുന്നു അടുത്ത വരിയിൽ, ഛേദഖലസ്യബന്ധായ മുക്തയേച്ച ആത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയെ. ഇതൊക്കെ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് ചേതസ് തന്നെയാണ്, മനസ്സ് തന്നെയാണ് ബന്ധായ, നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ മനസ്സെന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒരു വശത്ത് മനസ്സിൽ നമുക്ക് ഈഗോ, ഞാനെന്ന ഭാവമുണ്ട്. വേറൊരു വശത്ത് മനസ്സിൽ ഇമോഷൻസ് ഉണ്ട്. വേറൊരു വശത്ത് മനസ്സിന് ബുദ്ധിയുണ്ട്. ഇതാണ് അപ്പം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ. എന്നാൽ നമ്മൾ കാണാത്തതായ മറ്റൊന്നാണ് മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന് ഫ്രീഡം തരുന്ന, മനസ്സിന് ശക്തി തരുന്ന, മനസ്സിനൊരു കഴിവ് തരുന്ന ഒരു ഇൻ്റലിജൻസ് നമുക്കുണ്ട്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തും തീരുമാനിക്കാനും ഡിസിഷൻ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു വിവേകബുദ്ധിയുടെ പേരാണ്, തിരിച്ചറിവിൻ്റെ പേരാണ്, ഉൾക്കരുത്തിൻ്റെ പേരാണ് ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റലിജൻസിനെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻ്റലക്റ്റിനെ കുറിച്ചാണ്, ബുദ്ധിയെക്കുറിച്ചാണ്. വിവേകവും ബുദ്ധിയും രണ്ടാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യം പഠിച്ചെടുക്കാനുള്ള കഴിവാണെങ്കിൽ, വിവേകം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ എന്താണോ സംഭവിക്കുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുന്ന കഴിവിൻ്റെ പേരാണ് വിവേകം എന്നുള്ളത്. ശ്രദ്ധിക്കുക നിങ്ങൾ. പൊതുവെ നമ്മുടെയൊക്കെ മനസ്സും ബുദ്ധിയും പുറത്തേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. എന്ത് വരുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെന്ത് തരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന്, മനസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ബുദ്ധി നമ്മളിലുണ്ടോ? ആ ബുദ്ധിയുടെ പേരാണ് വിവേകബുദ്ധി എന്ന്. മറ്റു കാര്യങ്ങൾ അറിയാനുള്ള കഴിവിനെ കേവലം ബുദ്ധി എന്നും, ഉള്ളിലുള്ളതിനെ അറിയാനുള്ള ബുദ്ധിയുടെ പേരാണ് വിവേകബുദ്ധി എന്നും നമ്മൾ അറിയണം. അപ്പോൾ ഉള്ളിലുള്ള വിവേകബുദ്ധിയെ ഉണർത്താൻ, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് സാധിച്ചാൽ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അതിനാണ് ഡെയിലി കുറച്ചു നേരം ധ്യാനവും അതുപോലെ തന്നെ ജപവും പരിശീലിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് തരുന്നു, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു, മറ്റുള്ളവരെങ്ങനെയാണ്, അത് തന്നെ കണ്ട് 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 അതിനോട് നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കണം. കഠോപനിഷത്തിൽ പറയും, പരാഞ്ചികാനി വിദനസ്വയംഭൂ പരാങ് പശ്യതിനാന്തരാത്മൻ ക്വചിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷൽ ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. മനസ്സിലാക്കണം, എന്താ പറയുന്നത്? എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തായതുകൊണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നോ, മറ്റുള്ളവരെന്നോട് എങ്ങനെ പെരുമാറുന്നു, ഇതാണ് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. എന്നാൽ തൻ്റെ മനസ്സെന്ത് ചിന്തിക്കുന്നു, താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. കുജിധീര, കുറച്ച് ധീരന്മാരായിട്ടുള്ള ആളുകൾ അവരവരുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഇൻറ്റേർണൽ സിസ്റ്റത്തെ അവർ മാറ്റുന്നു. മറ്റവർ പുറത്തുള്ളതിനെ റിയാക്ട് ചെയ്ത് അവരങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ഒന്ന് പറയൂ. ഉള്ളിലേക്ക് കണ്ണു തുറന്നാലേ, അതിനെ പറയാം മലയാളത്തിൽ അകക്കണ്ണു തുറന്നാലേ ആന്തരിക പരിവർത്തനം വരുത്താൻ പറ്റുള്ളൂ. ഏത് കണ്ണ് തുറക്കണം? ഈ ഉള്ളിലുള്ള കണ്ണ്. അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വളരെ മനുഷ്യൻ്റെ ശരീരത്തിൽ സാധാരണ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യമാണ് സ്കാനിങ്ങിൽ കാണുന്നത്, ഇല്ലേ? ഇതുപോലെ നമുക്കൊരു സ്കാനിങ് ഉള്ളിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ബുദ്ധി തന്നിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആണോ? പുറമേ ഉള്ളത് കാണുക മാത്രമല്ല, അകത്തുള്ളത് കാണാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സാധിക്കുന്നുണ്ടോ?
സാധിക്കുന്നുണ്ടോ? നമുക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇത് പറ്റുന്ന ആളുകൾക്ക് അവരുടെ അകത്തെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കുന്നു. അകത്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം കുറേ കൂടി ഈസിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യണം, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് പുറത്തല്ല, മാറ്റം വരുത്താൻ സാധിക്കുന്നത് നമ്മുടെ അകത്താണ്. നോക്കൂ, ഇത് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് ഇത് പരിശീലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരാളും ഡിപ്രഷനിൽ പോകേണ്ട പ്രശ്നമില്ല. ഈ പലരും ഡിപ്രഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ബിഹേവിയർ ഡിസോർഡറിനെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളരെ അഡമൻ്റായിട്ടുള്ള ബിഹേവിയറിനെ, പിടിവാശിയുള്ള ബിഹേവിയറിനെ സഹിക്കേണ്ടി വരികയാണ് പലർക്കും. അപ്പോൾ ഈ സഹിക്കുമ്പോൾ അത് കുറേ കഴിഞ്ഞാൽ മെൻ്റലി വളരെയധികം വിഷമങ്ങളും വേദനകളും ഉണ്ടാക്കി. നമ്മൾ പറയില്ലേ, ഞാൻ ഇത്രയും കാലം സഹിച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ സഹിച്ച് അത് അടിച്ചമർത്തി ഉള്ളിൽ അങ്ങനെ അമർത്തി പിന്നീട് ഇതെല്ലാം കൂടി പൊട്ടി തെറിച്ച് അപ്പോഴാണ് ആകെ പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളിൽ അമർത്തി വെക്കേണ്ടി വരുന്നത്? അവർ മറ്റൊരാളെ കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്, മറ്റൊരാളെ നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അതിന് പകരം തൻ്റെ ഉള്ളിലായിരുന്നു അവർ കറക്റ്റ് ചെയ്യാൻ നോക്കിയതെങ്കിൽ മറ്റൊരാളുടെ ബിഹേവിയർ തനിക്ക് ബാധകമല്ലാത്ത വിധത്തിൽ മെൻ്റലി അവർക്ക് കുറേ കൂടിയും സ്ട്രോങ് ആയിട്ട് മാറാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികളിലുണ്ടല്ലോ, നമുക്ക് ഇത്തരത്തിലുള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ അച്ഛനമ്മമാർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളിൽ സൂയിസൈഡ് കൂടുന്നത്. ഇന്നത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങളും ഇന്ന് ചെറുപ്പക്കാരാണ് ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്നത്. ചെറുപ്പക്കാരാണെന്ന് ഒരുപാട് ഡ്രഗ്സ് കഴിക്കുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും IT എന്നൊക്കെ പറയുന്ന കുട്ടികൾ, ഈ ബാംഗ്ലൂരൊക്കെ പോയി നോക്കൂ നിങ്ങൾ, IT കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബീർ കഴിക്കുന്ന പെമ്പിള്ളേരാണെന്ന്. എല്ലാം സാറ്റർഡേ സൺഡേ ബീർ പബ്ബുകൾ നിറഞ്ഞൊഴുകും അവിടെ. എന്ത് ഇത്രയധികം ബീറും കുടിച്ച് ചാടേണ്ടി വരും? ഒരുപക്ഷെ നമ്മൾ പറയും സോഷ്യലി നല്ലതാണ്, കാരണം പെൺകുട്ടികൾ ഇപ്പോൾ കുടിച്ചു എന്ന് വെച്ചിട്ട് എന്താണ്. പക്ഷേ ഈ കുടിക്കുന്നതൊക്കെ അവരുടെ ഒരു ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷനും ഭയങ്കരമായ മെൻ്റൽ അജിറ്റേഷനും ഇതിന്നൊക്കെ ഒരു റിലീഫ് കാണാനാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ എന്നുള്ളത് ഇന്നിപ്പോൾ പറയുന്നൊരു വാക്കാണ് വീക്കെൻഡ് എന്നാണ്. വീക്കെൻഡ് എന്നുള്ളത് അതായത് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സ്ട്രെസ്ഫുൾ ദിവസങ്ങളും ഈ 2 ദിവസങ്ങളാണ് ആഘോഷിക്കേണ്ട ദിവസങ്ങൾ. അപ്പോൾ അവരുടെ വർക്കൊരാഘോഷമല്ല, വർക്കൊരു ഭാരമാണ്, വർക്കൊരു തലവേദനയാണ്, വർക്കൊരു സ്ട്രെസ്സാണ്. അപ്പം നിങ്ങൾ നോക്കൂ, 5 ദിവസമോ 6 ദിവസമോ സ്ട്രെസ് എടുത്ത് ഒരു ദിവസം കള്ളു കുടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം നേരെയാവുമ്പോൾ ഉണ്ടോ? പറയൂ നിങ്ങൾ. ക്ലബ്ബുകളിൽ പോയി ഡാൻസ് കളിച്ചുകൊണ്ട് ജീവിതം നേരെയാവുമ്പോൾ ഉണ്ടോ? അത് എന്താ നമ്മൾ ഹിന്ദുക്കൾ ഉണരാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല. 99% ഹിന്ദുക്കളാണ് ഇതിന് പോകുന്നത്. അതല്ലേ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്, അവിടെ കാമുകനെ കുത്തുന്നതും ഭാര്യ ഭർത്താവിനെ വെട്ടുന്നതും. ബാംഗ്ലൂരിൽ നോക്കൂ, ഇതൊന്നും പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു ദിവസമെങ്കിലും മർഡർ ഇല്ലാത്ത ദിവസമില്ല. എന്താ ഇത്രയധികം മർഡർ വന്നത്? കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയത എന്ന് പറയുന്നത് പ്രതികൂലമായതിനെ മറികടക്കാനുള്ള ആത്മശക്തി വർദ്ധിപ്പിക്കുന്ന ജീവിത രീതിയാണ് ആത്മീയത. പ്രതികൂലമായതിനെ മറികടക്കാനുള്ള ആത്മശക്തി കൈവരിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ആത്മീയത എന്നത്. അപ്പം അതിന് കുറച്ച് നമുക്ക് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് പെട്ടെന്ന് കൈവരിക്കാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ ആ ഒരു സ്റ്റൈലിലല്ല വളർന്നു വന്നത്. നമ്മളൊക്കെ വളർന്നു വന്നത് അമ്പലത്തിൽ പോവുക, തിരുമേനിക്ക് 10 രൂപ കൊടുക്കുക, തിരുമേനിയോട് പുഷ്പാഞ്ജലി ചെയ്യാൻ പറയുക, എന്നിട്ട് തിരുമേനി ദൈവം ഹാപ്പി അല്ലേ, പുഷ്പാഞ്ജലി നന്നായാൽ ദൈവം ഹാപ്പിയായി, ദൈവം ഹാപ്പി ആയാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാവും. ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ ഗണപതിക്കൊരു തേങ്ങ ഉടച്ചിട്ട് ഈ തേങ്ങ ഉടയുന്ന പോലെ അയാളുടെ തല ഉടയണമെന്നോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ശരിയാവണമെന്നോ ഈ രീതിയിൽ കുറെ പൊട്ട പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് ആണോ അല്ലയോ? അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ പൊട്ടുന്ന ഓരോ കതീനയുടെ പേരിലും എന്തൊക്കെ പൊട്ടുന്ന കതീന ഉണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് ഏതോ ഒരു അമ്പലത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉണ്ടോളാണ് എനിക്കറിയില്ല. ഒരാളെന്നോട് പറഞ്ഞത കഥയാണ്. ഇത് ചോറ്റാനിക്കര സംഭവിച്ചൊരു കഥയിട്ടാ പറയാം. അവിടെയുണ്ടല്ലോ പൊട്ടിക്കല്.
അപ്പോൾ അവിടെ കദീന പൊട്ടിക്കുന്നവൻ്റെ കയ്യിൽ ഒരു പേപ്പറിൽ പേര് കൊടുത്തിട്ട് പറഞ്ഞു മരുന്നിടുന്നതിന് മുമ്പ് ഇതും കൂടി അത് ഇടണമെന്ന്. അപ്പോൾ ചോദിച്ചു അതെന്താണ്? ഇവന് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ പേരാണ്. അപ്പോൾ അതെന്തിനാ അതിലിടണം? ഇത് പൊട്ടുമ്പോൾ അവനും പൊട്ടണമെന്ന്. ഇത് പൊട്ടുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ അവന് പ്രശ്നങ്ങളുണ്ടാവണമെന്ന്. ഈ പ്രതികാരങ്ങൾ വെച്ചിട്ട് പൊട്ടിക്കുന്നവരുണ്ട്, ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രതികാര ബുദ്ധിയുള്ള കുറേ ഇത് നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണല്ലോ കുറേ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ എന്തായാലും പറയുക മന്ത്രവും മാരണം എന്നൊക്കെ പറയില്ലേ, മന്ത്രമാരണങ്ങളൊന്നുമില്ല. എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങളുടെ വീട്ടിൽ രാവിലെ തന്നെ നിങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയും അതിൻ്റെ മുകളിൽ ഇത്തിരി കുങ്കുമ പൊട്ടൊക്കെ തൊട്ട് അത് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഭക്തി വരുമോ? നിങ്ങളുടെ രാവിലത്തെ ദിവസം പോയി കിട്ടുമോ? പറയൂ നിങ്ങൾ. ഒരു ചെറുനാരങ്ങയും അതിൻ്റെ മുകളിൽ ഇത്തിരി ഒരു പൊട്ടൊക്കെ തൊട്ട് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ കയറി വരിക? ആരോ എനിക്ക് വച്ചിട്ടുണ്ട് എന്നല്ലേ തോന്നുക. അപ്പം നമുക്കിതിലൊന്നും വിശ്വാസമില്ല പറഞ്ഞാലും വിശ്വാസമില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ? ചിലർ പറയും എനിക്ക് പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ല, വലിയ യുക്തിവാദത്തിൻ്റെ വാക്കുകളൊക്കെ പറയും. എന്നാൽ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോണ്ടല്ലോ, അവിടെ ആ ലോഡ്ജ് എടുക്കുമ്പോൾ ആ ലോഡ്ജിൻ്റെ റൂം ബോയ് പറയാണ് രാത്രിയൊക്കെ കിടക്കുമ്പോൾ സൂക്ഷിച്ചോളൂ, കഴിഞ്ഞ മാസം ഒരുത്തം തൂങ്ങിയതെന്ന്. ഇവൻ ഉടനെ പറയാം റൂമൊന്ന് മാറ്റി തരുമെന്ന്. കാരണം ഇവിടെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾ പോയ ആളായിരിക്കും. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനേക്കാൾ ശക്തി രാത്രി കാണും പ്രേതം കഴുത്തിന് കയറി പിടിച്ചാലോ എന്നുള്ള ചിന്ത. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിൽ മനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല, അല്ലേ? ശരിയല്ലേ? മനസ്സ് വികസിപ്പിക്കാനല്ല നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. കാരണം മനസ്സാണ് മതമെന്നും മനസ്സാണ് ആത്മീയതയെന്നും മനസ്സിനാണ് എനിക്ക് ഫ്രീഡം ഉള്ളതെന്നും മനസ്സിനെ കാണാനുള്ള ഉൾക്കണ്ണുണ്ടെന്നും ഇത് വികസിപ്പിക്കണമെന്നും മനസ്സിനെ പരിവർത്തനം വരുത്താനുള്ള ബോധം എൻ്റെ ഉള്ളിൽ നിന്നും ഇതൊന്നും ഹിന്ദുക്കളായ നമ്മളാരും പഠിച്ചില്ല. അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങൾ ഓർത്തു വെക്കണം. ചേതക്കലസ്യ ബന്ധായ മൈൻഡ് ഈസ് ദ കോസ് ഫോർ മിസറി എന്നാണ്. ഇത് വേദത്തിൽ നിന്ന് വന്ന, വേദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ. അപ്പോൾ ഉപനിഷത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അതായത് ദുഃഖങ്ങൾക്ക് കാരണം എന്താണ്? മനസ്സാണ്. മനയേവ കാരണം മനുഷ്യാണാം സുഖദുഃഖയോ. എന്തൊരു നിർവചനമാണ് ഋഷി തന്നിരിക്കുന്നത് നോക്കൂ, ഒന്ന് പറയൂ എല്ലാവരും. മനയേവ, മന എന്ന് പറഞ്ഞാൽ തിരുമേനിയുടെ വീടല്ല, മനസ്സിലായില്ലേ? തിരുമേനി അപ്പുറത്തുള്ള തിരുമേനി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ആ മന തന്നെയാണ് സ്വാമി പ്രശ്നം. മനയേവ കാരണം, പറയൂ. മനുഷ്യാണാം സുഖദുഃഖയോ. നിങ്ങളുടെ ശബ്ദം പോരാ, ഉറക്കെ പറയണം. മനയേവ കാരണം മനുഷ്യാണാം സുഖദുഃഖയോ. എന്താ അർത്ഥം? മനക്കിലുള്ളവർക്കൊക്കെ സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം ആണോ? അല്ല. എന്താ പറയുന്നത്? മനസ്സ് തന്നെയാണ് മനുഷ്യൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. അപ്പം മനസ്സ് തന്നെയാണ് ദുഃഖത്തിന് കാരണമെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയിൽ നമ്മൾ എപ്പോഴും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കഥയുടെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ കഥ കഴിയുമ്പോഴാണ് ചിലപ്പോൾ കരയുന്നതും പിടിക്കുന്നതും ഇല്ലേ? വളരെ ഇമോഷണൽ ആയിട്ടുള്ള കഥയ്ക്കാണ് ചിലപ്പോൾ കരഞ്ഞു പോകും ചിലർ, ആണോ? അല്ലെങ്കിൽ അവിടെ ഗുസ്തി നടക്കുമ്പോൾ ചിലർ കാലുകൊണ്ട് കൈകൊണ്ടൊക്കെ ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളങ്ങനെ പോവും മൈൻഡ്. എന്നാൽ ഇതൊരു സ്ക്രീനിലാണ് നടക്കുന്നതെന്ന് ആ സിനിമ നമ്മൾ കാണുമ്പോൾ അറിയേയില്ല. ഉണ്ടോ? സ്ക്രീനില്ലെങ്കിൽ സിനിമ ഇല്ല. പക്ഷെ സിനിമ തുടങ്ങിയാൽ പിന്നെ സ്ക്രീനും ഇല്ല. ഉണ്ടോ? സിനിമ തുടങ്ങിയാൽ നിങ്ങൾ സ്ക്രീൻ കാണുമോ? അങ്ങനെ സ്ക്രീൻ ഉണ്ടെന്നുള്ള ബോധമുണ്ടോ നമുക്ക്? പിന്നെ നമ്മൾ കാണുന്ന ഇൻ്റർവെല്ലിന് എഴുതി കാണുമ്പോഴാണ് ഓ സ്ക്രീനിലാണ് ഇതൊക്കെ വരുന്നില്ലേ, അപ്പോൾ ഇതൊന്നും കഥയായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിനിമ കാണണമെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യാനൊരു ബാക്കി ഒരു സ്ക്രീൻ വേണം. ഇതുപോലെ ലൈഫ് മുഴുവൻ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ബോധ മനസ്സിലാണ്. ആ ബോധ മനസ്സില്ലെങ്കിൽ ഒരു ലൈഫും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ സുഖം എവിടെ ഇരിക്കുന്നത്? മനസ്സിലാണ്. ദുഃഖം ഇരിക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്, അല്ലേ? ജയം, പരാജയം, മാനം, അപമാനം, ലാഭം, നഷ്ടം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്
ഉറക്കെ പറയൂ. മനസ്സിലാണ്. മനസ്സെന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, മനസ്സെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ കേന്ദ്രവുമാണ്. എന്നാൽ നമുക്ക് ആ മനസ്സിനെ അറിയാനുള്ള കഴിവുമുണ്ട്, മറക്കരുത്. മനസ്സ് അനുഭവത്തിൻ്റെ സ്രോതസ്സാണ്. അതുകൊണ്ടാണ് സുഖവും ദുഃഖവും ഒക്കെ അനുഭവങ്ങളാണ്. പക്ഷേ നമുക്ക് ആ മനസ്സിനെ അറിയാനുള്ളൊരു കഴിവുണ്ട്. അത് വേണോ വേണ്ടയോ? ഏതിനെ അറിയാനുള്ള കഴിവ്? ഏതിനെ അറിയാനുള്ള കഴിവ്? ഉറക്കെ പറയൂ. മനസ്സിനെ അറിയാനുള്ളൊരു കഴിവുണ്ട്. ഈ കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കുന്നതെങ്കിൽ മനസ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്യൂണിങ് മാറ്റാൻ പറ്റും. ദുഃഖത്തിൽ നിന്നും അതിൻ്റെ ശ്രദ്ധ മാറ്റാം. ഏത് ചിന്തകളെയും നമുക്ക് മാറ്റിയെടുക്കാം. ഉണ്ടോ? പുതിയ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം, പുതിയ ചിന്തകളെ നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒരു പരിശ്രമം നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ചിന്തകളുടെ രീതി തന്നെ മാറും. അപ്പം ആരാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ഇമോഷണലായിട്ടുള്ള ചിന്തകൾ അടിഞ്ഞുകൂടി ആ ചിന്തകളെ മാറ്റം വരുത്താൻ ഒരു തരത്തിലുമുള്ള സാധനകൾ അനുഷ്ഠിക്കാത്തവർക്കാണ് ജീവിതത്തിൻ്റെ ദുഃഖം തീവ്രമായി അനുഭവപ്പെടുക. മനസ്സിലാവുണ്ടല്ലോ? ഞാനും നിങ്ങളും ഈ ഭാഗവതവും സപ്താഹമൊക്കെ കേൾക്കുന്ന എന്തിനാണ്? നമ്മൾ മനസ്സിലാക്കുക, ഇനിയും നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ രാവിലെ എണീക്കണം, വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, ലളിതാ സഹസ്രനാമം ചൊല്ലണം. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുന്തോറും, ഇത് മനസ്സിലേക്ക് കയറും തോറും ഉള്ളിലുള്ള ദുരിതങ്ങളുടെ ചിന്തകളുടെ തീവ്രത കുറഞ്ഞു വരുമ്പോൾ ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത്രയുള്ളൂ കാര്യം, ഇപ്പം പണ്ടത്തെ പോലെ ഇന്ന് ദുരിതങ്ങൾ അലട്ടുന്നില്ലല്ലോ. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിവുള്ളൊരു മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ കേ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കരഞ്ഞോളൂ. ഒരു ദൈവവും പടച്ചവനും വന്ന് രക്ഷിക്കില്ല, മനസ്സിലാക്കിക്കോളൂ. ഇരുന്ന് കരയലിനെ ഉണ്ടാവുള്ളൂ, അതിനൊരു എൻഡില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചേതക്കലസ്യബന്ധായ, ചേതസ് തന്നെയാണ് ബന്ധിപ്പിക്കുന്നത്, അതേ ചേതസ് തന്നെയാണ് മുക്തായ, നമ്മളെ മോചിപ്പിക്കുന്നത്. അപ്പം താഴ്ത്തുന്നതും മനസ്സാണ്, ഉയർത്തുന്നതും മനസ്സാണ്. അടുത്ത പടി കടന്നു. അപ്പം ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഇനി മനസ്സിനെ കുറിച്ച് പഠിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. സത്യത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ തന്നെ മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയും, സത്യത്തിൽ നമ്മൾ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ നമുക്കൊരു ഭാരതത്തിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. അത് നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഹിന്ദുക്കൾക്കുണ്ടല്ലോ, സത്യത്തിൽ എല്ലാം തന്നിട്ടുണ്ട്, പക്ഷെ കുരങ്ങൻ്റെ കയ്യിൽ മാല കിട്ടിയത് പോലെ പോയി. എന്താ കുരങ്ങൻ്റെ കയ്യിൽ മാല കിട്ടിയതുപോലെ എന്ന് പറഞ്ഞാൽ, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ ചെയ്യുക? അത് കഴുത്തിലിടുകയല്ല ചെയ്യുക, അത് കടിച്ചു പറിച്ച്. വൃന്ദാവനത്തിൽ എത്ര പേര് പോയിട്ടുണ്ട്? വൃന്ദാവനത്തിൽ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു, കണ്ണട കണ്ട അപ്പം അടിച്ചു മാറ്റും കുരങ്ങൻ, അല്ലേ? എന്നാൽ കുരങ്ങൻ്റെ കയ്യിൽ കണ്ണട കിട്ടിയാൽ നിങ്ങൾ പറയാ, 15,000 രൂപയുടെ കണ്ണടയാണ് എൻ്റെ കുരങ്ങ എന്നത് വല്ലതുണ്ടോ അതിന്? അതപ്പോഴേക്കും അതിൻ്റെ കാല് കടിച്ച് കൈ കടിച്ച് എങ്ങനെങ്കിലും അതിനെ. അപ്പം പിന്നെ നിങ്ങളതിന് വൃന്ദാവനത്തിലെ കുരങ്ങന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. അതിന് പണ്ട് കാലത്തൊക്കെ ബിസ്ക്കറ്റ് കൊടുത്താലൊക്കെ തരുമായിരുന്നു. അത് ഈ കണ്ണട തിരിച്ചു വരും. ഇപ്പം അതിന് ഫ്രൂട്ടിക്കേ പറ്റുള്ളൂ. സത്യം നുണ പറയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു അമ്മയുടെ കണ്ണട കുരങ്ങൻ വലിച്ചു. അതിനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു, ഒറ്റയേറ് തിരിച്ചിട്ട്, ആർക്ക് വേണം നിങ്ങളുടെ LG ബിസ്ക്കറ്റ്, ആർക്ക് വേണം എന്നുള്ളൊരു പാർലേജിയാണ് കൊടുത്തത്. തിരിച്ച് അവർക്ക് ആരോ പറഞ്ഞു ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുക്കാൻ. ആ ഫ്രൂട്ടി കൊടുത്തപ്പം കാര്യമായിട്ട് കണ്ണട കൈ കൊടുത്തിട്ട് പറഞ്ഞു പോയിട്ട് വാന്ന്. അത്ര ഒരു എങ്ങനെ പഠിപ്പിച്ചെടുത്താണോ ഇത് എങ്ങനെയാ എനിക്കറിയില്ല. പക്ഷെ അവർക്ക് കണ്ണട ഇത് ഫ്രൂട്ടി വേണ്ടോ. കണ്ണട കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ അത് കടിച്ച് കേടുവരുത്തുന്ന പോലെ നമുക്കൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, കഷ്ടകാലത്തിന് ഉപയോഗിക്കാൻ അറിയില്ല. ഇത് വായിച്ചാലോട്ട് മനസ്സിലാവില്ല. ഒരമ്മ എന്നോട് പറയാം, എന്നാലും ആദിശങ്കരാചാര്യ സ്വാമി ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പാടുമോ? ഞാൻ എന്ത് പറഞ്ഞെന്നോ? അദ്ദേഹം പറയുന്നു ദുഃഖം തരണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം എന്നോട് പറയാം, സ്വാമി ഭജഗോവിന്ദം വായിച്ചിട്ടില്ലേ എന്ന്. ഞാൻ വായിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഒന്നാമത്തെ ശ്ലോകം എന്താണ്? ഞാൻ പറഞ്ഞു അമ്മ ചൊല്ലൂ. അപ്പോൾ അവർ ചൊല്ലുന്നത് എങ്ങനെയാണ്? ഭജഗോവിന്ദം ഭജഗോവിന്ദം, പാടുവാക്കി. ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖം ധരണേന്ന്. അത് ഡുക്രിഞ്ഞ് കരണേ എന്നാണ്, ഇതൊരു പ്രയോഗമാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് ഈ വയസ്സാം കാലത്ത് ഇരുന്നിട്ട് സംസ്കൃതം പഠിച്ചിട്ട് കാര്യമില്ല, വല്ല സാധന അനുഷ്ഠിക്കൂ. അതിന് പകരം ഇവർക്ക് ഈ ഡുക്രിഞ്ഞ് കരണേന്ന് പറയാൻ അറിയില്ല. അതിനെന്ത് പകരം മലയാളത്തിലെ ദുഃഖം തരണേന്നാക്കി. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ ശങ്കരാചാര്യ സ്വാമികൾക്കും. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ട് ദുഃഖം തരണേന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സമയത്തെങ്ങാനും ശങ്കരാചാര്യ സ്വാമി ജീവിച്ചിരുന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ്. കാരണം ഈ തരത്തിൽ നിങ്ങളത് വായിക്കുന്ന ആ പാവം അദ്ദേഹം കരുതിയിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ദുഃഖം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പറയുന്നു, വീട്ടിൽ മഹാഭാരത ബുക്ക് വെച്ചാൽ യുദ്ധം വരുന്നുള്ളത് ഉണ്ടോ? ഇല്ലേ? മഹാഭാരത ബുക്ക് വീട്ടിൽ വെച്ചാൽ അവിടെ കലഹാണ്. കേട്ടില്ലേ? കലഹാണെന്ന് കേട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്നത് പറയാൻ കാരണം ആ പുസ്തകത്തിൻ്റെ വില അത്രയുണ്ടേ. അത് കൊണ്ടുവച്ചാൽ പിന്നെ കലഹം ഉണ്ടാവാതിരിക്കുമോ? കാരണം ഇത് വായിക്കാൻ ആർക്ക് പറ്റുന്നു? ഇത്രയും വലിയ പുസ്തകമൊക്കെ 8-9 വോള്യം ഇല്ലേ? അപ്പോൾ യുദ്ധം ഉണ്ടാവുമോ എന്നുള്ളത്. ഒരു അമ്മ എന്നോട് ഒന്ന് ചോദിച്ചാൽ ഈ സത്യമാണോ ഈ പറഞ്ഞതെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, രാമായണത്തിൽ രാമരാവണ യുദ്ധമില്ലേ അപ്പോഴോ? അപ്പം അവർക്ക് അതും വെക്കാൻ പാടില്ലല്ലേ എന്ന്. ഇപ്പം യുദ്ധമുള്ള ഒരു പുസ്തകവും നമുക്ക് വെക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു മതത്തിലെ ഗ്രന്ഥവും വെക്കാൻ പറ്റുന്ന പുസ്തകമില്ലേ? കാരണം എല്ലാറ്റിലും യുദ്ധമുണ്ട്. ഭാഗവതത്തിലില്ലേ? ശ്രീകൃഷ്ണ ഭഗവാനും ശിവനും തമ്മിലുള്ള യുദ്ധമില്ലേ? ഉണ്ടോ? ഈ തരത്തിലൊക്കെയാണ് നമ്മുടെ പുസ്തകം. അപ്പം മനസ്സിലാക്കണം, ഇതിനെ ഉപയോഗിക്കാൻ നമുക്ക് അറിയാതെ പോയതാണ് നമുക്ക് പറ്റിയ വീഴ്ച. എനിക്ക് തോന്നുന്നു നമ്മൾ 14th ചാപ്റ്റർ ഭഗവത്ഗീത 14ാം ചാപ്റ്റർ അതൊക്കെ ഈ സാങ്കേയോഗത്തിനെ ബേസ് ചെയ്തിട്ടെടുത്താണ്. ഇവിടെ കപിലൻ പറയും, പ്രകൃതി ത്രിഗുണാത്മികയാണ്. എന്താണ്? ത്രിഗുണാത്മിക പ്രകൃതി എന്നാണ്. ഒന്ന് പറയൂ. അതായത് 3 ഗുണങ്ങൾ. ഏതൊക്കെയാണ് ഈ 3 ഗുണങ്ങൾ? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ ഈ വർണ്ണ വ്യവസ്ഥകൾ, ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ഇതൊക്കെ ഈ വർണ്ണങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ജന്മം കൊണ്ടല്ല ജാതിയാകുന്നത് എന്ന് കൃഷ്ണൻ ഗീതയിൽ വ്യക്തമായി 4ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അറിയില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ. ജന്മകർമ്മം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ശൂദ്രനാകുന്നതും വൈശ്യനാകുന്നതും. തമോ ഗുണമെന്നും നിങ്ങൾ 14ാം അധ്യായം ഗീതയിലെ 5ാം ശ്ലോകം എടുത്തു നോക്കുക. അവിടെ കൃഷ്ണൻ പറയുന്നു, സത്വം രജത്തമൈതി ഗുണാപ്രകൃതി സംഭവ നിബണ്ണന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹേ അർജുന, സത്വഗുണമെന്നും രജോ ഗുണമെന്നും തമോ ഗുണമെന്നും 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണങ്ങളെ നാം അറിഞ്ഞിരിക്കണം. എന്നിട്ടോ ഇനി പറയുന്നത്, തമോ ഗുണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആലസ്യമാണ്, അലസതയാണ്, ഒന്നിനോടും ഒരു താല്പര്യമില്ല. രജോ ഗുണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചഞ്ചലതയാണ്, റെസ്റ്റ്ലെസ്നെസ് ആണ്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ ഹൈപ്പർ എന്നൊക്കെ പറയുന്നത്. ഒന്നിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല. മൈൻഡ് അത്രയും വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, വളരെ ഒരു ഓവർ ഡൈനാമിക് ആണ്, ഭയങ്കര വൈബ്രൻ്റ് ആണ്, അല്ലേ? അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സത്വഗുണം എന്ന് പറയുന്നത് കുറേ കൂടി ഫോക്കസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം നോക്കൂ, ഏത് തരം മനസ്സാണ് നമുക്ക് വേണ്ടത്? സത്വഗുണവും വേണം, സമചിത്തതയും വേണം. ഏതാണ്? സത്വഗുണവും വേണം, സമചിത്തതയും വേണം. വേണ്ടേ? സത്വഗുണം മാത്രമായാലുള്ള കുഴപ്പമാണ്. നമ്മൾ നോക്കുമ്പോൾ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ട് ആളുകൾ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിരിക്കും. ഹൈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾ. അതുകൊണ്ടാണ് ഈ IIT അമേരിക്കയിലും കാണാം. അമേരിക്കയിൽ അവിടുത്തെ ഈ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരു കുട്ടികൾ പെട്ടെന്ന് അവർക്ക് ചിലത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫെയിലിയർ. അപ്പം അവരുടെ ചില തിയറികളൊക്കെ പരാജയപ്പെട്ടു പോയാൽ സൂയിസൈഡ്. അപ്പം ഈ തരത്തിലുള്ള ഒരു ഇമ്മച്വേർഡ് ആയിട്ടുള്ള ബുദ്ധി കൊണ്ട് കാര്യമില്ല. ഉണ്ടോ? പറയൂ നിങ്ങൾ. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? നമ്മുടെ പ്രൊഫഷണൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? ഇപ്പം എന്താ അവർക്ക് പറ്റിയത്? ഇൻ്റലക്ച്വലി കേപ്പബിൾ ആണ്, പക്ഷേ ഒരു ഫെയിലിയറിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവരിലില്ല.
അപ്പം അവരിലൊരു സമചിത്തതയും വേണ്ടേ? വേണ്ടയോ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്, യു കാൺ ക്രിയേറ്റ് എനർജി, ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ കൺവേർട്ട് എനർജി എന്ന്. അല്ലേ? എങ്ങനെയാണല്ലോ സയൻസിൻ്റെ തിയറി. അതിലിപ്പോൾ നമ്മൾ സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എടുക്കുന്നത്, വിൻഡ് എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്ത്. ഇത് കൃഷ്ണൻ 5000 വർഷം മുമ്പ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയില്ല. ഗീതയിൽ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം എടുത്ത് നോക്കൂ. 20-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്, 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏതാണ്? ഗുണാൻ ഏതാൻ അതീത്യ. ആ വാക്ക് നോക്കൂ നിങ്ങൾ. ഗുണാൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണത്തെ അതീത്യ. അതീത്യ പറഞ്ഞാൽ അതിവർത്തിക്കുക എന്ന് വെച്ചാൽ, ഇതിനെ അതിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായിട്ട് മാറ്റിയെടുത്തുകൊണ്ട്, ഇതിനെ മാറ്റിയെടുക്കാൻ അതീത്യ എന്നൊരു വാക്കുപയോഗിക്കുമ്പോൾ മനുഷ്യരിലെല്ലാം ഗുണങ്ങളെ മാറ്റിയെടുക്കാനുള്ള, ഉറക്കെ പറയൂ, കഴിവുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളെ മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ ഡള്ളായിട്ടുള്ള ഒരുത്തനെ സത്വഗുണത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവന് എവിടെയാ ബുദ്ധിക്ക് കുറവ്? സത്വഗുണമുള്ളവനെ സമചിത്തതയിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എവിടെയാണ് സൂയിസൈഡ് ഉണ്ടാവുന്നത്? പറയും നിങ്ങൾ. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ തമോ ഗുണത്തെ രജോ ഗുണമായിട്ടും രജോ ഗുണത്തെ സത്വഗുണം. അപ്പൊ എന്താണ് ആ ശ്ലോകം പറയണത്? ഗുണാനേതാൻ അതീത്യത്രയൻ ദേഹീദേഹ സമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈ വിമുക്തോ അമൃതമശ്നുതേ. അമൃതത്വത്തിലേക്ക് മനുഷ്യന് ഉയരാൻ സാധിക്കും. സത്യത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എഴുതി നിങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കണം. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഗുണപരിവർത്തനമാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? കുട്ടികളെ നമ്മൾ അങ്ങനെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കുക. ഈ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പ്രാണോർജ്ജം കൂടുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, കാല് നിലത്ത് ഊന്നി നടക്കുന്ന സമയത്ത് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രഷർ നമ്മുടെ കാലിനടിയിൽ തട്ടുമ്പോൾ, കല്ലുകളുടെയൊക്കെ ആ ഒരു പ്രഷർ വരുമ്പോൾ ഈ നെർവസ് സിസ്റ്റങ്ങളൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ ബ്രെയിനിലേക്കൊക്കെ ഉള്ള സർക്കുലേഷൻ കൂടുമില്ലയോ? പറയൂ. ഇപ്പം ക്രമേണ ഈ ഉള്ളിലുള്ള പ്രാണന്റെ ചലനവും ബ്ലഡിൻ്റെ സർക്കുലേഷനും ഓക്സിജൻ്റെ എന്താണ് കൂടുതൽ ഇൻപുട്ടൊക്കെ കൂടി വരുമ്പോൾ, കാരണം അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലമാണ് അമ്പലം, ആൽവൃക്ഷമൊക്കെ ഉള്ളതുകൊണ്ട്, ഇത് കൂടി വരുമ്പോൾ ഇവരിലെ ഡൾനെസ്, ഇവരിലെ ഒരു ലതാർജി ക്രമേണ അവർക്ക് പറയൂ കുറഞ്ഞു വരും. അപ്പം നമുക്ക് അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ മാറ്റിയെടുക്കാനുള്ള ഒരു കേന്ദ്രമല്ലേ ക്ഷേത്രം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, രജോ ഗുണത്തെ മാറ്റിയെടുക്കാൻ നീട്ടി മന്ത്രങ്ങൾ ചൊല്ലുക. അതുകൊണ്ടാണ് കൃഷ്ണൻ പവിത്രം ഓങ്കാരം എന്നൊക്കെ പറഞ്ഞത്. ഈ ഓങ്കാര മന്ത്രങ്ങളൊക്കെ നീട്ടി ചൊല്ലുമ്പോൾ, നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കൂ, മന്ത്രം നീട്ടി ചൊല്ലുമ്പോൾ മൈൻഡിൻ്റെ ഒരു ഹൈ ഫ്രീക്വൻസി ഓഫ് മോഷൻ ഉണ്ടല്ലോ, അത് സ്ലോലി സെറ്റിൽ ഡൗൺ ചെയ്യും. നമ്മളുണ്ടല്ലോ പലരും ഈ വളരെ ഹൈപ്പറായിട്ടുള്ള കുട്ടികളെ കൊണ്ട് നീട്ടി ചൊല്ലിക്കണം. അപ്പം ക്രമേണ അവരിൽ ആ ഹൈപ്പർ നേച്ചർ ക്രമേണ സത്വഗുണത്തിലേക്ക് മാറും. അതായത് മാറ്റിയെടുക്കാൻ പറ്റാത്തതായ ഒരു മനസ്സും. പറയൂ നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ തിരുമേനിക്ക് 10 രൂപ കൊടുത്ത് ഭഗവാന്റെ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ അഭിഷേകം ചെയ്യുകയാണോ വേണ്ടത്? ഈ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ഏതാ വേണ്ടത്? അല്ല, ഈ മറ്റേ ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട് 101 ദിവസം മുടങ്ങാതെ ധാര കഴിച്ചാൽ മതി എന്ന്. ധാര കഴിച്ചതുകൊണ്ട് ശിവലിംഗത്തിന് തണുപ്പ് കിട്ടുന്നല്ലാതെ കുട്ടിയുടെ മനസ്സ് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശിവൻ അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചാൽ നമ്മൾ നേരെയാവുമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അത് ചില അച്ഛന്മാരുണ്ട്, കുട്ടികൾ ഇപ്പം പരീക്ഷയല്ലേ, അപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ ഇത്തിരി മോശമായതുകൊണ്ട് അച്ഛൻ പറയാണ്, ഭഗവാനേ ഗുരുവായൂരപ്പ, എൻ്റെ മകനൊരു 85% മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ശയന പ്രദക്ഷിണം ചെയ്യിച്ചോളാമെന്ന്.
അച്ഛനെ കൊണ്ട് അച്ഛൻ മകനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യാതെ ഉടനെ മകനും പറഞ്ഞു, ഗുരുവായൂരപ്പ എനിക്കെങ്ങാനും 85-ലധികം കിട്ടിയാൽ ഞാൻ അച്ഛനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ എല്ലാ കുട്ടികളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്ത്? അച്ഛനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിക്കുകയാണ്. ഒരുവിധ അച്ഛന്മാരെ നേരെയാക്കാൻ അതേ ഉള്ളൂ വഴി. കാരണം ഈ തരത്തിൽ കുറേ അന്ധവിശ്വാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കി അവരെ അങ്ങനെ ഈ ആത്മീയതയുടെ ലോകത്തിൽ നിന്നും അകറ്റി മാറ്റി. ഇവിടെ ഒരു കുട്ടികളും വന്നിരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു അറിവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. ഉണ്ടെങ്കിൽ അവർ വന്നിരിക്കുമായിരുന്നു. അവർക്ക് ഇവിടെ ഇരിക്കും ബോറടിക്കുന്നു. കാരണം ഈ വിഷയം അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല അവർക്ക്. മനസ്സിലായില്ലേ? അവരെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി. ആകെ കഥകളാണ് അവർ കേട്ടിരിക്കുന്നത്. അപ്പം അവർ വിചാരിച്ചത് കഥ തന്നെയാണെന്നാണ്. ഏതായാലും അവർ വിചാരിച്ചിരിക്കുന്നതാണ് നമ്മുടെ കഥ തീരാറായിട്ടില്ല, കുറച്ച് തീരാറായിട്ടുള്ളവരാണ് ഇതൊക്കെ കേൾക്കേണ്ടവരെന്നുള്ള രീതിയിലാണ്. മനസ്സിലായില്ലേ? ഒരു പ്രായമുള്ളവർക്ക് കേൾക്കാനുള്ള സാധനമാക്കിയിട്ട് ഇതിനെ മാറ്റിയവർ ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം ഈ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഗുരുവായൂരിലൊക്കെ പോകുന്ന സമയത്ത് ഭാഗവത സപ്താഹം കേൾക്കാൻ വരുന്ന ഒട്ടുമുക്കാലും മുത്തശ്ശിമാരൊക്കെ ഇരിക്കാം. ഇവരൊക്കെ തൂണും ചാരിയിരിക്കും. അന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് ഇങ്ങോട്ടില്ല അങ്ങോട്ടാണെന്ന്. അപ്പം ഇത് അങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഒരു കൃതിയാണ് ഈ ഭാഗവതം എന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഉള്ളത് പറയാലോ. അപ്പോൾ നമ്മുടെയൊക്കെ അച്ഛൻ അവിടെ കൂട്ടിയിരുന്നിരുത്തും. കാരണം അന്ന് ആ ആഞ്ഞത്തിനോടൊക്കെ ഉള്ളൊരു ആദരവും ബഹുമാനവും അവരുടെയൊക്കെ ആ ഭക്തിയും കാരണം. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഈ പ്രായമുള്ളവരാണൊക്കെ അവിടെ ഇരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇങ്ങോട്ടില്ല ഒക്കെ അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഭഗവാനെ നമ്മളെ വിളിക്കാറായിട്ടില്ല, നമ്മൾ പോവാറായിട്ടില്ല. അത് തമാശയിൽ ആ രീതിയിലാക്കിയെടുത്തു നമ്മൾ, അല്ലേ? ഈ ഭാഗവതത്തെ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നമുക്ക്? പറയൂ നിങ്ങൾ. ഇതെല്ലാം കഥകളുടെ രൂപത്തിൽ കേട്ട് നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഓർക്കുക, ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ക്ഷതം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ ദുർബലമാക്കുന്നത്. ആ ദുർബലമാക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളാണ്. ഇതിനെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കണം. ഇപ്പം തമോ ഗുണത്തെ രജോ ഗുണമാക്കാനും, അടുത്തത് പറയൂ, ഉറക്കെ പറയൂ, രജോ ഗുണത്തെ സത്വഗുണമാക്കാനും സത്വഗുണത്തെ സമചിത്തതയിലേക്ക് ഉയർത്താനും, ഇനിയുണ്ട് സമചിത്തതയെ സമാധിയിലേക്ക് ഉയർത്താനും സാധിക്കുന്ന ഒരു പരിവർത്തനം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പം അതിനാണ് ഈ ക്ഷേത്രത്തിൽ പോകേണ്ടത്. അപ്പം നമ്മൾ പുറത്ത് പ്രദക്ഷിണം വെച്ച് അകത്ത് കയറുമ്പോൾ നാമം ജപിച്ച് 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 മനസ്സിൻ്റെ ആ റെസ്റ്റ്ലെസ്നെസ്സിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കണം. ഇത് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ. ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ ഞാൻ പറയുക, ശരിക്കും വേണ്ടത് ഈ കുട്ടികൾക്കുണ്ടല്ലോ രാവിലെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് കൊടുക്കേണ്ടത്. ക്ലാസ് എടുക്കാൻ പാടില്ല ടീച്ചർമാർ. കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കണം. അതെന്തിനാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ എന്തായി? ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ എന്തായി? അവരിലെ തമോ ഗുണം രജോ ഗുണമായി. പിന്നെ അവരെ അല്പം ഒരു മെഡിറ്റേഷനും ഓങ്കാരവും ഒക്കെ ചൊല്ലിപ്പിക്കാൻ പറ്റിയാൽ അവരിൽ ആ രജോ ഗുണം എന്തായി? സത്വഗുണം. ആ സത്വഗുണമാക്കി അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ ആ ക്യാപ്ചറിങ് പവർ വളരെ ഷാർപ്പായിരിക്കും. ഇന്ന് കുട്ടികൾക്ക് രാവിലെ തന്നെ ക്ലാസ് എടുത്ത് തുടങ്ങി ബോറടിപ്പിച്ച്, അതുകൊണ്ടാണ് ഒരെണ്ണത്തിന് സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ല. നോക്കൂ, പണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് നമുക്ക് തമോ ഗുണം കുറേ കുറഞ്ഞതിന് കാരണം 2-3 കിലോമീറ്റർ നടന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ. ഈ നടത്തത്തിൽ തന്നെ തമോ ഗുണം പോയിട്ടുണ്ടാവും, ഇല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ സ്കൂളുകളൊക്കെ കുറേയും കൂടി രസമായിരുന്നു. ഇന്നത്തെ ആ പഠിക്കണം എന്നുള്ള ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നോ? അപ്പം അന്നത്തെ അധ്യാപകർ കുറേയും കൂടി നല്ല ഒരു ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു സ്കില്ലും ഉണ്ടായിരുന്നു അവർക്ക്. ഇന്നില്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് 99% കുട്ടികളും ഇന്നിപ്പോൾ ട്യൂഷനെ ആശ്രയിച്ചിട്ടാണ് പഠിക്കുന്നത്. ആണോ? എല്ലാം ട്യൂഷൻ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ട്യൂഷൻ പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ലൊരു ജീവിതം ഉണ്ടാവുന്നു? കാരണം ഈ റെഡിമെയ്ഡ് ആൻസറുകൾ പഠിച്ച് റെഡിമെയ്ഡ് ഉത്തരങ്ങൾ പഠിച്ച ഒരാൾക്ക് ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്വയമായ കഴിവ്
എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? കഴിയോ? അങ്ങനെ കഴിയാത്തത് കൊണ്ടല്ലേ പല സിറ്റുവേഷനിലും കൈവിട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസമല്ലേ ആലപ്പുഴയിൽ നിങ്ങൾ വായിച്ചത്, ഒരു പെൺകുട്ടിയെ, ഗർഭിണിയായിട്ടുള്ള കുട്ടിയെ പ്രോപ്പർലി സ്കാൻ ചെയ്യാതെ അവസാനം ആ കുട്ടി പ്രസവിച്ച കേസുകളൊക്കെ കണ്ടില്ലേ? 4 സർജന്മാർക്ക്, ഡോക്ടർമാർക്ക് ആ പണി കൊടുത്തത്. 4 ഡോക്ടർമാർക്ക് മെഡിക്കൽ കോളേജിൽ. ഇനി അവർക്ക് പ്രാക്ടീസ് ചെയ്താൽ പോലും ആരവരെടുത്തും പേഷ്യൻ്റ് ഒരിക്കൽ പേര് കളഞ്ഞു പോയാൽ ഇനി ആര് പേഷ്യൻ്റ് ഈ MBBS MD എടുത്തിട്ട് എന്താ പിന്നെ കാര്യമുള്ളത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും മാളികപ്പുറത്ത് കയറിയവനെ തേങ്ങ ഉടച്ച് ശരിയാക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെ. മാളികപ്പുറത്ത് അമ്മയ്ക്ക് വിചാരിച്ചാൽ പോലും നേരെയൊക്കെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലേ? ശരിയല്ലത്? ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹിന്ദു കുട്ടികളിലേക്ക് പരിശീലിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മൾ മനസ്സിലാക്കുക. ക്ഷേത്രം എന്തിനാണ്? ഗുണപരിവർത്തനത്തിനാണ്. എന്തിനാണ്? മനസ്സിൻ്റെ ഗുണപരിവർത്തനത്തിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും ഇത് കൊണ്ടുവരണം. വീടുകളിൽ അറ്റ്ലീസ്റ്റ് മുഴുവൻ നാമം ചൊല്ലിയിരിക്കരുത്, ഒരു 3-4 പ്രാവശ്യം ഓങ്കാരം ചൊല്ലാൻ പറഞ്ഞാൽ തന്നെ കുട്ടികളിലെ ഏകാഗ്രത വളരെ വളരെ കൂടുതലായിരിക്കും. ഇനി തോന്നുന്നു ഇനിയുള്ള കാലമുണ്ടല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ വളരെ ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയണത് ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഒരു ടെക്നോളജി ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഓർമ്മ വേണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്ത ഹ്യൂമൻ ബ്രെയിൻ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ്. ഏത് ഇൻ്റലിജൻസ് ആണ്? നമ്മളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമ്മളിൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിൽ റെക്കോർഡ് ചെയ്തത് മാത്രമേ അതിന് തിരിച്ചിങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. അതിന് സ്വതന്ത്രമായി ചിന്തിച്ചൊന്നും കണ്ടെത്താൻ, അതിൽ പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അത് ഒരു ഇന്നത്തെ കുറേ നോക്കൂ, നമ്മളൊക്കെ പലതും ചെയ്യുന്നതിനെ, ഇപ്പം ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റങ്ങൾ, നിങ്ങൾ ഇത്രയും കാലം ബാങ്കിൽ പോയി ചോദിച്ച ചോദ്യങ്ങളും അവിടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒരു കുറേ വർഷത്തെ മെറ്റീരിയൽ അവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അവരൊരു സിസ്റ്റത്തിന് ആൻസർ കൊടുത്ത് അതിൽ ഫീഡ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് തരുന്നത്. എന്നാൽ സ്വന്തമായി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല. മനസ്സിലാവുണ്ടല്ലോ? അതിന് ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് മാറ്റിയെടുക്കാൻ അതിന് സാധ്യമല്ല. അപ്പം അത് പറയും, അതിൻ്റെ ഉത്തരം വരുന്നത് എങ്ങനെയായിരിക്കും? ഈ പ്ലീസ് കോണ്ടാക്ട് അതിൻ്റെ ആൾക്കാരായിട്ട് ഐ ആം നോട്ട് ഏബിൾ ടു ആൻസർ ദീസ്, ഈ വിഷയം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. എന്നാൽ ഒരു ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരാൾക്ക് അതിന് വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ചെറുപ്പത്തിലെ അവബോധം വേണം, ഞാനൊരു മിഷൻ ഇൻ്റലിജൻസ് പോലെയല്ല, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉള്ള ആളാണ്. ഇത് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നൊരു സംവിധാനം നമുക്കുണ്ടാവണ്ടേ? വേണ്ടയോ? അതിന് ക്ഷേത്രങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കുറച്ചുകൂടി നമ്മൾ റെസ്പോൺസിബിൾ ആവണം. കാരണം ഇനിയുള്ള കാലം നമ്മൾ ഇതുവരെ ജീവിച്ചതുപോലെ ആവരുത്. കാരണം ഇനിയുള്ള കാലം നമുക്ക് ആളുകളുടെ കോമ്പിറ്റൻസി കൂടുന്നു, ജോലിയുടെ സാധ്യതകൾ കുറയുമ്പോൾ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം പല മേഖലയിലും ഇനി കമ്പ്യൂട്ടറുകളാണ് വർക്ക് ചെയ്യുന്നത്. പുതിയ മേഖലകൾ കണ്ടെത്തണം. അതുപോലെ ഇന്നാണെങ്കിൽ അവനവൻ്റെ സെൽഫിഷ് സുഖങ്ങളിൽ ജീവിച്ച് മറ്റൊരാളുമായി അക്കോമഡേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. അപ്പം മനുഷ്യനാണെങ്കിൽ റിലേഷൻഷിപ്പ് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്തു പോവാം. ഈ രീതിയിലൊക്കെ ഉള്ള ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡും അതുപോലെ തന്നെ കുറേ സെൽഫിഷ് തോട്ട്സുകളും അതുപോലെ കുറേ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവനവനെ തന്നെ ലോവറാക്കുന്ന കുറേ പ്രസ്റ്റീജ് കൊണ്ടു നടന്ന് എങ്ങനെയാണ് മനുഷ്യ ജീവിതം നന്നാക്കിയെടുക്കുക നിങ്ങൾ പറയൂ. അപ്പം ഇവിടെ ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ കുറച്ച് ഗീതയും ഭാഗവതവും പഠിച്ച് പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വരണം. വെറുതെ വായും പൊളിച്ച് ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? ചത്തുപോയാൽ പോലും ഗതി കിട്ടില്ല. വല്ലവരും വെള്ളം തന്നിട്ട് വേണ്ടിവരും പോവാൻ്റെ വരിക. ആ അവസ്ഥ വരരുത്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഈ റെസ്പോൺസിബിലിറ്റി കുറവാണ്. ഹിന്ദുക്കൾക്ക് ഒറ്റ കാര്യമുള്ളൂ, സപ്താഹത്തിന് ഊണ് കഴിക്കുക പോവുക എന്നുള്ളത്. ഇത് മാറിയെടുക്കണം. എനിക്ക് വല്ലതും പഠിക്കണം, എനിക്ക് വല്ലതും പറഞ്ഞു കൊടുക്കണം, വല്ലതും സമൂഹത്തിൽ ചെയ്തിട്ട് വേണം പോവാൻ. ഈ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ക്രമേണ നമുക്കിവിടെ മാറ്റങ്ങൾ
ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ജന്മത്തിന് എന്താ അർത്ഥമുണ്ട്? നമ്മൾ കുറേ കഴിച്ചു, കുറേ കടന്നു, നമ്മൾ കുറേ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ചത്തുപോകണു, എന്ത് കാര്യമാണ് നിങ്ങൾ പറയൂ? നമ്മളിൽ നിന്ന് എന്താ കിട്ടുന്നത്? അപ്പം അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പലതും മനസ്സിലാക്കിക്കൊണ്ട് ഈ മനസ്സിലാക്കിയതിനെ ഞാൻ മാത്രം കയ്യിൽ വെച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ, ഇപ്പം സരിതാജി ഇവിടെ വന്നിട്ട് അടുത്ത സെഷൻ സരിതാജിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ പ്രഭാഷണങ്ങളും കേട്ട്, കുറേ ഇൻഫർമേഷൻ കേട്ട്, അല്ലെങ്കിൽ കുറേ അറിവ് നേടിയിട്ട് ഇത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല, തലമുറകളിലേക്ക് പകരാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ടാണ് കൃഷ്ണൻ ഗീതയിൽ അവസാനം പറഞ്ഞത്, അധ്യേക്ഷതേച്ച് ഇമം കുഹ്യം സംവാദം ആവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാൽ മേ മതീന. ഇത് മനസ്സിലാക്കുകയും ഇത് ഉൾക്കൊള്ളുകയും ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ വേറൊന്നും വേണ്ട, 10 പേരെ പഠിപ്പിച്ചില്ലെങ്കിലും ഓരോ നല്ല സന്ദേശങ്ങളുണ്ടല്ലോ നിങ്ങളുടെ വാട്സാപ്പുകളിൽ 10 പേർക്ക് അയച്ചു കൊടുക്കൂ. ഒരു ഗീതയിലെ ശ്ലോകത്തിൻ്റെ ഒരർത്ഥമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട്. അത് ഒരുപക്ഷെ മറ്റുള്ളവർ ഉൾക്കൊള്ളില്ലായിരിക്കാം, വേണ്ട, പക്ഷെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പം ഗീത എന്നൊരു പുസ്തകമുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് അതിൽ ഒരു കോന്തനെങ്കിലും മനസ്സിലാക്കിയാൽ, ഒരുത്തിനെങ്കിലും ഒരു വിവരം വന്നില്ലേ, എന്നെങ്കിലും അവനത് തുറന്നു നോക്കാൻ ഒരു ബോധം വന്നാൽ അതൊരു നല്ല കാര്യമില്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? അതിന് ഈ കണ്ട പൊട്ടത്തരം സാമ്പാർ ഉണ്ടാക്കുന്നതും അവിയലുണ്ടാക്കുന്നതും തോരൻ ഉണ്ടാക്കുന്നതും അത് മാത്രം അയച്ചാൽ നിങ്ങളുടെ ജീവിതമേ തോരിയിടേണ്ടി വരും. ഈ തോരൻ മാത്രമായി തീരും. കുറച്ചൊരു ഉത്തരവാദിത്വം കാണിക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും എത്ര പേര് തയ്യാറാവും അതിന്? ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അതിൻ്റെ ഒരു അർത്ഥം, അതിന് ഇന്ന് പറ്റുന്നൊരർത്ഥം, അത് ഞാൻ ഒരു 10 പേർക്ക് അയച്ചു കൊടുക്കും. നിങ്ങൾക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, നിങ്ങളുടെ അതിലൊക്കെ വാട്സാപ്പ് ഉണ്ട്. ഒരു സന്ദേശം നമുക്ക് 10 പേർക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഭാരതത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പോഴാണ് ഭാരതം വിശ്വഗുരുവായിത്തീരുന്നത്. ഓരോരുത്തരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം കേട്ട് അതെൻ്റെ ഉള്ളിൽ വെച്ച് ശാപ്പാട് കഴിച്ചു പോകുന്നത് ശാപം പിടിച്ച ജന്മമാണ്. സത്യം പറയുന്നത്, ഞാനത് ഉൾക്കൊള്ളാത്തൊരു വ്യക്തിയാണ്. എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ കൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ അവതാരമൂർത്തികളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഉറക്കെ പറയൂ, പറഞ്ഞ് പ്രചരിപ്പിച്ച് തന്നെ പറ്റുള്ളൂ. കുറേ പേര് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം യോഗ പ്രചരിക്കുന്നുണ്ട്, ഉണ്ടോ? കുറേ പേര് അതിനു വേണ്ടി ഒക്കെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. കുറേ പേര് നോക്കൂ, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, സൂക്തങ്ങളും വേദസൂക്തങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ പല വിധത്തിൽ പലരും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മുടെ സംസ്കൃതി വളർന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നല്ലതാണോ അല്ലയോ? പറയൂ. അപ്പം ആദ്യം നിങ്ങളിലുള്ളൊരു അപഹർഷതാബോധം മാറ്റണം. എനിക്ക് പറഞ്ഞു കൊടുക്കാം, വേണ്ട, പറഞ്ഞു കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് 10 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? വേണോ വേണ്ടയോ? ഇതൊരു 2025 പ്രതിജ്ഞയാവട്ടെ. ഒരു മെസ്സേജ് ഞാൻ ആഴ്ചയിലോ എന്നും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഒരു 10 പേർക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാലം കൊണ്ട് നിങ്ങൾ നോക്കൂ. ഞാനിത് നിങ്ങളോട് വെറുതെ അല്ല പറയണത്. ഞാനൊരു ആളോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന്, നിങ്ങളൊരു മെസ്സേജ് കൊടുക്കണമെന്ന്. ഈസ് എ സീനിയർ ഓഫീസറാണ് ഒരു സ്ഥാപനത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ ഷെയർ ചെയ്യും. അവിടുന്ന് ഇവിടെ നോക്കും. അധികം സ്വാമി ചിന്മയാനന്ദജിയുടെ കോട്ടയും, അല്ലെങ്കിൽ രമണ മഹർഷിയുടെ കോട്ടയും, സ്വാമി രാമയുടെ കോട്ടയും, അല്ലെങ്കിൽ നിസർഗദത്ത മഹാരാജിൻ്റെ കോട്ടയും, അല്ലെങ്കിൽ അനവധി ആചാര്യന്മാർ, സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസൻ, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ മേടിച്ചു ഇദ്ദേഹം. കാരണം കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ചാലഞ്ച് വന്നു, ഒരു പ്രോബ്ലം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത്, ഈ മെസ്സേജുകൾ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ആ വലിയൊരു പ്രതിസന്ധി വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഞാൻ സ്വാമി ബ്രേക്ക് ഡൗൺ ആയി പോകേണ്ട കാര്യമായിരുന്നു, പക്ഷെ എനിക്ക് മെൻ്റലി പിടിച്ചു നിൽക്കാൻ പറ്റിയത്. എന്നോട് പറഞ്ഞു, സ്വാമി താങ്ക്സ്, എനിക്ക് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. അന്ന് സ്വാമി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നോട് പറയുന്നത്, അയാൾക്കൊരു അന്ധമായ വിശ്വാസം, എനിക്കെന്തോ ദീർഘവീക്ഷണം ഉള്ളതുപോലെ. ഒരുപക്ഷെ ഇങ്ങനെയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോവാൻ, ഒരു ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോവാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അന്നത് പറഞ്ഞത് എന്നുള്ള ധാരണയിൽ അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് എൻ്റെ അടുത്തൊക്കെ വന്ന് കണ്ണൊക്കെ നിറച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നൊന്നും തിരുത്താൻ പോയില്ല, അയാളുടെ ഉള്ളിൽ അങ്ങനെ ഇരിക്കട്ടെ വെച്ചു. അപ്പം സത്യത്തിൽ ഞാനതൊന്നും വിചാരിച്ചിട്ടല്ല, വെറുതെ തുടങ്ങാൻ പറഞ്ഞാണ്. പക്ഷേ എനിക്കതൊന്നൊരു പാഠം പഠിക്കാൻ സാധിച്ചത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ആദ്യത്തെ ബെനഫിഷ്യറി, അതിൻ്റെ ഗുണഭോക്താവ് മറ്റാരുമല്ല. അതിൻ്റെ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ശക്തി ആർക്കാണ് ഉണ്ടാകുന്നത്?
പറഞ്ഞ് ഷെയർ ചെയ്യുന്ന ആൾക്കാണ്. അപ്പം നിങ്ങൾ ഗീതയിലൊരു സന്ദേശം ഒരു 10 പേർക്ക് ഷെയർ ചെയ്യുമ്പോണ്ടല്ലോ, നിങ്ങളറിയാതെ ആ വിസ്ഡം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമൊന്നും ഉണ്ടാവില്ല. പലരും പറയും ഇതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. ആവർത്തനത്തിലൂടെയാണ് ഇത് വരുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനും നിങ്ങളൊക്കെ കേൾക്കുന്ന ഭാഗത്ത് ഞാൻ തന്നെ എത്ര സപ്താഹം നടത്തിയിട്ടുണ്ടാവും? അനവധി സപ്താഹം. ഏതെങ്കിലും പുസ്തകം നമ്മൾ റിപ്പീറ്റഡ്ലി വായിച്ചാൽ ബോറടിക്കാതിരിക്കുമോ? അതിപ്പം നോക്കൂ, ഷേക്സ്പിയറിൻ്റെ പുസ്തകമായാലും ഏത് ഇംഗ്ലീഷ് നോവലുകളായാലും ഏത് മലയാളം നോവലുകളായാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുമോ? ഒരു സിനിമ നിങ്ങൾ എത്ര തവണ കാണും? 10 തവണയോ? ആരെങ്കിലും കാണാറുണ്ടോ? ഒരു തവണ കണ്ട് രണ്ടാമത്തെ തവണയാകുമ്പോഴേക്കും ബോറടിക്കുമോ? അല്ലെങ്കിൽ പഴയ ശ്രീനിവാസനും അതുപോലെ മോഹൻലാൽ അങ്ങനെയൊക്കെ പഴയ വല്ല കൂട്ടിൻ്റെയൊക്കെ സിനിമയായിരിക്കണം അല്ലേ? അതൊക്കെ കണ്ടുള്ള പഴയൊരു ആത്മാർത്ഥമായ കോമഡി ആയിരിക്കണം. ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ അഭിനയങ്ങൾ അധികം മനസ്സിൽ നിൽക്കുമോ? പറയൂ. എന്നാൽ ഈ ഭാഗവതം റിപ്പീറ്റഡ്ലി വായിച്ചിട്ടും എന്തേ ബോറടിക്കാത്തത്? കാരണം അതിനകത്തുള്ള സന്ദേശം എന്ന് പറയുന്നത് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞ പോലെ ഇറ്റ്സ് എ മാൻ മേക്കിംഗ് ഒരു ടെക്സ്റ്റാണ്. വാസ്തവത്തിൽ ഒരു പടിയും കൂടി പറഞ്ഞാൽ ഇത് മനുഷ്യനെ ദൈവീകമാക്കുന്ന കൃതിയാണ്. മനുഷ്യനെ ദൈവീകമാക്കാൻ കഴിവുന്ന ഒരു കൃതിയാണ്. അപ്പം നമ്മളിൽ ആ ദൈവീക ശക്തി ഉണർത്തിക്കൊണ്ടുവരാൻ ഒരു വശത്ത് നമ്മൾ കേൾക്കുകയും വേണം, മറുവശത്ത് നമ്മൾ ഈ നോളജിനെ മറ്റുള്ളവർക്ക് നമ്മളാലാകുന്ന വിധത്തിൽ പങ്കുവെക്കുകയും വേണോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയിൽ നിൽക്കട്ടെ. വിഷയത്തിലേക്ക് വരാം. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ ഗുണസമ്മിശ്രം എന്നാണ്. എന്താണ്? തമോ ഗുണമുണ്ട്, ഉറക്കെ പറയണം, എനിക്ക് കാതിത്തിരി കുറവാണ്. രജോ ഗുണമുണ്ട്, സത്വഗുണമുണ്ട്. അപ്പം തമോ ഗുണത്തെ എന്താക്കണം? രജോ ഗുണമാക്കണം. രജോ ഗുണത്തെ സത്വഗുണമാക്കണം. സത്വഗുണത്തെ സമചിത്തമാക്കി മാറ്റണം. അതെങ്ങനെയാണ് സാധിക്കുക? നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ള ഒരു പരിശീലനം നമുക്ക് കപിലൻ തരികയാണ്. അപ്പം കപിലൻ അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കുക. ഇതിനൊക്കെയുള്ളൊരു ശക്തി, ഇതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു കാര്യം ഇന്നും വ്യക്തമല്ല. ഫിസിക്സിന് പോലും വ്യക്തമല്ല. അപ്പം നമ്മൾ കേട്ട് കാണും ടൈം എന്നൊരു ഫാക്ടർ. ഫിസിക്സിന് ടൈമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രപഞ്ചം ബിഗ് ബാങ്കുകളും മറ്റും ഡെവലപ്പ് ചെയ്ത സമയം എന്നത്, അതുപോലെ സൂര്യനിൽ നിന്ന് വെളിച്ചം ഇങ്ങോട്ട് വരാനെടുക്കുന്ന ടൈം, ഒരു ഇത്രയും സെക്കൻഡിലാണ് ഇതിൻ്റെ സൂര്യപ്രകാശം ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം സമയത്തിൻ്റെ അളവ്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയം, ഇപ്പം നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കുന്നു, വാച്ച് ഉപയോഗിക്കുന്നു, ഇതെല്ലാം ഭൂമിയുടെ ഒരു കറക്കത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഇല്ലേ സമയം എന്നത്? അല്ലേ? അങ്ങനെയല്ലേ? ചലനത്തിനെ ആസ്പദമാക്കിയാണ് ടൈം കണക്കാക്കാൻ പറ്റുള്ളൂ. ചലനമുണ്ടെങ്കിലേ സമയമുള്ളൂ. സമയമുള്ളതിന് കാരണം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ചലനമുള്ളത് കൊണ്ടാണ്. ഇനി ഇതൊക്കെ നമ്മൾ ചലനം എന്നൊരു വാക്കേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ ചലനം കേവലം പുറത്ത് മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിലും ചലനമുണ്ട്. ഉണ്ടോ? ചിന്തകൾ ചലിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇനി എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഈ ചലനം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു നിലയ്ക്കാത്ത ചലനമാണെങ്കിൽ, ചലനത്തിന് ഒരു അൺസ്റ്റഡി, അതായത് അതിനൊരു കൺട്രോൾ ഇല്ല എങ്കിൽ, അതങ്ങനെ അതിൻ്റെ ഇഷ്ടത്തിൽ ചലിക്കുകയാണെങ്കിൽ സമയം എന്നതൊന്നുണ്ടാകുമോ? സമയം എന്നതൊന്നുണ്ടാകുമോ? സമയം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അളക്കാൻ പറ്റുന്നതായിരിക്കണം ചലനം, അല്ലേ? അളക്കാൻ പറ്റുമ്പോഴല്ലേ സമയമുള്ളൂ. കൂടെ വന്നില്ലേ നിങ്ങൾ? അളക്കാൻ പറ്റണമെങ്കിൽ സമയത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. അത് അതിൻ്റെ ഇഷ്ടപ്രകാരം തോന്നിയ പ്രകാരം ആവരുത്. ഒരു ചലനത്തിൻ്റെ, ശ്രദ്ധിക്കുക, ഒരു ചലനത്തിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ, ഒരു ചലനത്തിന് നിയന്ത്രണമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു ഇൻ്റലിജൻസ് വേണ്ടി വരുമോ? അതോ അത് തന്നെ ചലനം തന്നെ ചലനത്തിനെ നിയന്ത്രിക്കുമോ? ഒഴുകിക്കൊണ്ടു പോകുന്ന നല്ല തീവ്രതയിൽ ഒഴുകുന്ന വെള്ളത്തിന് അത് തന്നെ അതിനെ നിയന്ത്രിക്കുമോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇല്ല. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വേറൊരു ഫാക്ടർ കൊണ്ടുവരണം, വേണ്ടേ? എന്തെങ്കിലും നമ്മൾ തടയണകൾ പണിയണം, ഡാമുകൾ പണിയണം, വേണ്ടേ?
ഉറക്കെ പറയൂ നിങ്ങൾ. അപ്പം ഇവിടെ നമ്മുടെ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ, പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചലനം ഒരു താളാത്മകതയിലാണെങ്കിൽ, എന്ന് വെച്ചാൽ അതിവേഗതയിലല്ല, അതിൻ്റെ ഇഷ്ടപ്രകാരമല്ല, തോന്നിയതുപോലെയല്ല, അതിനൊരു താളമുണ്ടെങ്കിൽ, നിയന്ത്രണമുണ്ടെങ്കിൽ ഈ ചലനത്തെ നിയന്ത്രിക്കാൻ ഒരു ശക്തി കൂടെ ഉണ്ടാകുമോ? ഇത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ ചോദ്യത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതായത് ഇന്നിപ്പോൾ അവർ പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ചലനമാണെങ്കിലും ആ ചലനത്തിനൊരു ഗതി ഉള്ളതിന്, ഗതി എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ഒരു ഇൻ്റലിജൻസ് അതിനെ നിയന്ത്രിക്കാൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പം നോക്കൂ, നമ്മുടെ ശരീരത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ശരീരത്തിൻ്റെ വളർച്ച, ഈശ്വരനെ അന്വേഷിച്ച് നിങ്ങൾ എവിടെയും പോവണ്ട, നിങ്ങളുടെ ശരീരം നോക്കിയാൽ തന്നെ മതി. 2 കൈകളും കൃത്യ അളവിൽ വളരുന്നു, അല്ലേ? 2 കാലുകളും കൃത്യ അളവിൽ വളരുന്നു. ഓരോ അവയവങ്ങളും കൃത്യതയിൽ വളരുന്നു. ഈ വളർച്ച ഉണ്ടാവുന്നതിന് കാരണം ഇതിലൊരു വളർച്ചയ്ക്ക് നിയന്ത്രണം ഉള്ളത് കൊണ്ടല്ലേ? അങ്ങനെ നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലത് കൈയാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വളരേണ്ടത് ഏതായിരിക്കും? ചോറ് മുഴുവൻ കഴിക്കുന്ന നാക്കിലൂടെയാണ്. അപ്പം നാക്ക് പറയാണ്, ഞാനാണ് ഇതൊക്കെ അകത്തേക്കാക്കിയത്, അതുകൊണ്ട് എനർജി മുഴുവൻ എനിക്ക് കിട്ടണമെന്ന് നാക്ക് വിചാരിച്ചിരുന്നെങ്കിൽ നാക്കിൻ്റെ വളർച്ച എന്തായിരിക്കും? ഇത് പിടിച്ചാൽ കിട്ടുമോ? അപ്പം ഈ അവയവങ്ങളൊക്കെ അതിൻ്റേതായ കൃത്യതയിൽ വളരുന്നു. ഒന്നിനും അമിതമായി വളരാനുള്ളൊരു ഫ്രീഡമില്ല, ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ഇൻ്റലിജൻസ് ഇതിനെ നിയന്ത്രിക്കാൻ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞൊരു വാക്കാണ് ഈശാവാസ്യമിതം സർവം. സർവം ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈശാവാസ്യം ഇതം സർവം. ഈ പ്രപഞ്ചം മുഴുവൻ അനന്തമായ ഈശ്വരൻ്റെ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ലളിതാ സഹസ്രനാമത്തിൽ അവസാനം പറയുന്ന മന്ത്രമാണ് ശിവശക്തി ഐക്യരൂപിണി. ഏത് ചലനത്തിൻ്റെ പിന്നിലും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി, ഒരു ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ നാം ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സിലാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഇൻ്റലിജൻസ് നമ്മളിൽ തന്നെ ഉള്ള ശക്തിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കപിലൻ ഈ കാര്യം വെച്ചുകൊണ്ട് അമ്മയോട് പറയുന്നു, അമ്മേ, ഉള്ളിൽ പരിവർത്തനത്തിനുള്ള കഴിവുകളും ശക്തിയും ഈശ്വരീയതയും ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഇമോഷനുമുണ്ട്, ആ ഇമോഷനെ മാറ്റിമറയ്ക്കാൻ കഴിയുന്ന ഇൻ്റലിജൻസുമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇമോഷനോടാണ് കൂടുതൽ ചേർന്നിരിക്കുന്നത്. ആ ഇൻ്റലിജൻസിനോട് ചേർന്നിരിക്കാൻ നമ്മൾ പരിശീലിക്കാത്തതുകൊണ്ട് മനസ്സിനെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയുക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ കൊണ്ടാണ്, ചുറ്റുപാട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്ന് നമ്മൾ ന്യായീകരിക്കുന്നത്, അല്ലേ? ഇവിടെ ഒരു സാധന ചെയ്യുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഇൻ്റലിജൻസിനോട് അടുക്കുമ്പോൾ അവൻ്റെ ഇമോഷൻ എന്ന് പറയുന്ന പല വികാരങ്ങളും, അസ്വസ്ഥമാക്കുന്ന വികാരങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിമറച്ച് അതൊന്നും നമുക്കൊരു അപകടകാരികളല്ലാത്ത വിധത്തിൽ ആക്കിയെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ ഉള്ള ഒരു പരിശീലനം ഇനി അമ്മയ്ക്ക് കൊടുക്കുന്ന ഭാഗമാണ് 27-ാം അധ്യായം മുതൽ. അവിടെ പറയും, കാലത്തെണീക്കണം, ജപിക്കണം. ഇത് രണ്ടും കമ്പൽസറിയാണ്. ഏത് രണ്ടും? കാലത്തെണീക്കണം, ജപിക്കണം, ധ്യാനിക്കണം. സഞ്ചിന്തയേ ഭഗവത ചരണാരവിന്ദം. രാവിലെ എണീറ്റ് കുറച്ചു നേരം ഇരുന്ന് ജപവും ധ്യാനവും വേണം. ഈ ജപവും ധ്യാനവും ഒക്കെ നമുക്ക് കുറച്ചൊക്കെ തലമുറകളിലേക്ക് പറഞ്ഞ് കൊടുത്താൽ, മനസ്സിലാക്കി കൊടുത്താൽ, ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഒരു വലിയ ദുരവസ്ഥയിൽ നിന്നും അവരെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയുകയാണ്, അമ്പലങ്ങളിൽ പോയി കുട്ടികൾക്ക് വേണ്ടി വഴിപാട് ചെയ്തതുകൊണ്ട് ഒരു ദേവനും ഒരാളുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ അതിനേക്കാളുപരി കൃഷ്ണൻ പറഞ്ഞതുപോലെ അഭ്യാസേനതു കൗന്ദേയ. കാരണം ഒരു ഹിന്ദു മതത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ കുറേ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്. ഞാൻ അന്ധവിശ്വാസം എന്ന് പറയാൻ കാരണം, കുട്ടികളെ കൊണ്ട് ആചരിപ്പിക്കാതെ ഒരു വശത്ത് എന്തോ പൂജാദികൾ ചെയ്തതുകൊണ്ട് അത് അന്ധമായതാണ്, അത് അന്ധതയാണ്. പൂജകൾ ചെയ്തോളൂ, അതൊക്കെ ചെയ്തോളൂ, അതൊന്നും എതിർക്കുന്ന. പക്ഷേ ഇവിടെ ഏതുകൂടെ വേണം? അഭ്യാസവും കൂടെ വേണം.
പരിശീലനം കൂടി വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തെക്കുറിച്ചൊന്നും വലിയ വിവരം നമുക്കില്ല. നമ്മൾ ഈ ക്ഷേത്രങ്ങൾ, അതാണ് നമുക്ക് ക്ഷേത്രത്തിലെ തന്ത്രിമാരൊക്കെ ചെയ്തൊരു വലിയ അപകടം അതാണ്. മനസ്സിലായില്ലേ? ക്ഷേത്രാചാര്യന്മാരായിരുന്നു ക്ഷേത്രത്തെക്കുറിച്ച് ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പം പള്ളിയുടെ ഉത്തരവാദിത്വം പള്ളിയിൽ അച്ഛനാണ്, അല്ലേ? ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ ക്ഷേത്രം കൊണ്ട് നടക്കുന്ന ആചാര്യന്മാർക്കായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഒരു വിവരവും ഇല്ലാതെയിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാവരും തൊഴുതുപോകൽ പ്രസ്ഥാനത്തിൽ പെട്ടുപോയി. അവിടെ പോവുക, തൊഴുതു പോവുക, തീർത്ഥവും വാങ്ങിക്കുക, അതിനെത്ര ഇടി കൂടാൻ പറ്റുമോ അത്ര ഇടി കൂടി മേടിക്കുക. മനസ്സിലായില്ലേ? പറ്റിയ ഒരുത്തൻ്റെ പുറത്ത് കയറി തൊഴാൻ പറ്റുകയാണെങ്കിൽ അത് തൊഴുക. ആ ഗുരുവായൂരിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ? എന്തൊരു ഒരു എന്താ, രാവിലത്തേക്ക് ഇടി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവരെന്താ സ്പോർട്സിൽ പങ്കെടുക്കുകയാണെന്ന്. ഒരുവിധം മുട്ടുവേദനയും കാലുവേദനയും വേദനയൊക്കെ ഉള്ളവർ ആ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയാൽ മതി. തിരിച്ചു വരുമ്പോഴേക്കും ഒരുവിധം സ്പെയർ പാർട്സുകളൊക്കെ ആൾക്കാർ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും. ഈ തരത്തിൽ നമ്മൾ നോക്കൂ, എന്തേ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെയായത്? കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധം നമുക്കില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. പഞ്ചദാ ക്ഷേത്രം അഭിവൃദ്ധ്യസ്തു എന്നാണ്. ഒരു ക്ഷേത്രം എന്നാൽ 5 കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു ക്ഷേത്രം 5 കാര്യങ്ങളുടേതാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ബോധം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 5 കാര്യങ്ങൾ. ഈ പറയാൻ പോകുന്ന കാര്യം അറിയുന്നവരെത്ര പേരുണ്ട്? ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം പഞ്ചദാ എന്നൊക്കെ പറയുമ്പോൾ അറിയുന്നവരെത്ര പേരുണ്ട്? 2 or 3 ആളുകളേ ഉള്ളൂ, അല്ലേ? കുറച്ച് പേരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? പറയൂ. 1 ആചാര്യ തപസ്സ. എല്ലാവരും ഒന്ന് പറയൂ. അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആചാര്യന്മാർക്കൊക്കെ എന്ത് വേണം? അനുഷ്ഠാനം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ മന്ത്രങ്ങൾ ജപിച്ച് 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 ആ മന്ത്രശക്തി വേണം. അപ്പോൾ നോക്കൂ, അവരിൽ ആ മന്ത്രശക്തി ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അന്തരീക്ഷത്തിലും ആ ഒരു ശക്തിവിശേഷം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ശ്രദ്ധിക്കുക നിങ്ങൾ, അവിടെ പ്രതിഷ്ഠിച്ചു വെച്ച ആ വിഗ്രഹത്തിൻ്റെ ശക്തിയല്ല വാസ്തവത്തിൽ, ഈ ആചാര്യൻ്റെ അനുഷ്ഠാന ശക്തിയാണ് ആ വിഗ്രഹത്തിൻ്റെ ശക്തിയായി മാറുന്നത്. അത് നിങ്ങൾ നോക്കൂ, പഴയ കാലം മുതൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പൂജാമുറികൾ, ആ പൂജാമുറിയിലിരുന്ന് നാമം ചൊല്ലാൻ പറയുമ്പോൾ ആ സമയത്ത് പീരീഡുള്ള സ്ത്രീകൾ അവിടെ കയറരുത്, ശുദ്ധം നോക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പുലയുള്ളപ്പോൾ കയറരുത്, അല്ലേ? പ്രസവിച്ചു കഴിഞ്ഞാൽ പുലയുള്ളപ്പോൾ കയറരുത്. ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? ആ അന്തരീക്ഷത്തെ പവിത്രമാക്കി വെച്ചാൽ ഒരു വിഷമമുള്ള സമയത്ത് അവിടെ പോയിരുന്നാൽ മനസ്സിനൊരു സമാധാനവും ശാന്തി കിട്ടും. അപ്പം അത് ആ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ ജപിക്കുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ ചുറ്റും ഈ ഒരു വൈബ്രേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളിവിടെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ ഈ സ്ഥലത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ശബ്ദം തരംഗമാണ്. ആ തരംഗങ്ങളൊക്കെ, അതിൻ്റെ ആ പോസിറ്റീവ് ഊർജ്ജമൊക്കെ ഇവിടെ ചലിച്ചേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ തറവാടുകളിലൊക്കെ പോയിരുന്ന എന്തൊരു സമാധാനവും ശാന്തിയായിരുന്നു. കാരണം പഴയ ആളുകൾ ജപിച്ച് 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 ആ അന്തരീക്ഷത്തെ അങ്ങനെയാക്കി മാറ്റി. എന്താണ് ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം നോക്കി, ഈ വൃന്ദാവനം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകുന്നത്? കാരണം അവിടെ ആളുകൾ അധികവും മന്ത്രങ്ങൾ ഇങ്ങനെ കീർത്തനങ്ങൾ ചൊല്ലി 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 ആ അന്തരീക്ഷത്തെ അത്രയും അവർ പവിത്രീകരിക്കുകയാണ്. ഇന്ന് വീടുകളിൽ നാമജപത്തിൻ്റെ ശക്തി അവർക്ക് പറയൂ കുറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ ആ വീടുകളിലൊക്കെ തെറ്റിദ്ധാരണകളും സംശയരോഗങ്ങളും അടിയും ഇടിയും കുത്തും ബഹളമൊക്കെ അതൊക്കെ മാറിക്കഴിഞ്ഞു. നിൽക്കട്ടെ. അപ്പോൾ 1 ആചാര്യ തപസ്സ. രണ്ടാമത്തത് ആമ്നായ. ആമ്നം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനം എന്നാണ്. ഇത് പിൽക്കാലത്ത് വേദം ചൊല്ലലെന്നായി മാറി. ശാസ്ത്രമാണ് ആമ്നം എന്നുള്ള വാക്കിനർത്ഥം, ശാസ്ത്രങ്ങൾ എന്നാണ്. അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ എന്ത് വേണം? ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം. പഴയ കാലം മുതൽക്ക് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വേദസദസ്സുകളും പണ്ഡിത സഭകളുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ആ ഒരു സംഭവം പഴയ കാലത്തുണ്ടായിരുന്നു. ചർച്ചകളുണ്ടായിരുന്നു.
മനസ്സിലായില്ലേ? ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് തിടപ്പള്ളിയുടെ ഒരു ഭാഗത്ത് ഇരുന്ന് പണ്ട് നാമം ചൊല്ലുന്നതിനും ഇതുപോലുള്ള പണ്ഡിത സഭകളൊക്കെ പണ്ട് ഉള്ളൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പൂന്താനം അവിടെ പോയി രചിച്ചത്. ആ ഒരു സംവിധാനം അവിടെ ഉള്ളത് കൊണ്ടല്ലേ. അതുപോലെ തന്നെ അവിടെ ഭട്ടതിരിപ്പാടിരുന്ന നാരായണീയം ചൊല്ലുന്നു. പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളത്തിൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം, ഗുരുവായൂർ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ, ഗുരുവായൂർ കത്തുന്നതിന് മുമ്പുള്ള ഗുരുവായൂർ, ആ കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലുള്ളവരൊക്കെ അവിടെ സപ്താഹം നടത്തിയിട്ടുണ്ട്. ആചാര്യന്മാർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള വിദ്വൽ സഭകൾ ഉണ്ടായിരുന്നു. അതിനാണ് ആമ്നായം എന്ന് പറയാം. ഇന്നിപ്പോൾ അത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഉണ്ടോ? കുറച്ച് ഓത്തുകൾ ചൊല്ലുന്നു, അപ്പുറത്ത് ഈ ശാസ്ത്രമൊന്നും ചർച്ച ചെയ്യുന്ന രീതി ഇല്ല. ഇനി മൂന്നാമത്താണ് നിയമേന ജപേന. നോക്കൂ നിങ്ങൾ, ബാക്കി അവിടെ വഴിപാട് എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടില്ല. നിയമേന ജപേന എന്നാണ് ആചാര്യൻ എഴുതി വെച്ചത്. അപ്പൊ ക്ഷേത്രങ്ങളിൽ പോയാൽ എന്ത് വേണം? ജപം വേണം. ഇത് പരിശീലിപ്പിക്കേണ്ടതായിരുന്നില്ലേ? വാസ്തവത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന തലമുറകളോട് പറയേണ്ടതായിരുന്നില്ലേ, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം? ഇത് ഏത് ആചാര്യനാ പറഞ്ഞു കൊടുക്കുന്നത്? വഴി തെറ്റിച്ചു നമ്മളെ മുഴുവൻ. വെറുതെയല്ല തന്ത്രിമാരുടെ വായിൽ നിന്നൊക്കെ അബദ്ധങ്ങൾ വീഴുന്നത്. കാരണം അവർ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു പോയി. മനസ്സിലായില്ലേ? ഇപ്പം ഗുരുവായൂരിൽ കണ്ടില്ലേ, അബദ്ധം പറയുന്നു. ശബരിമലയിലും അബദ്ധം. ഇതൊക്കെ എന്തുകൊണ്ടാ വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാൻ ഉത്തരവാദികളാണ്. കാരണം അവർ ആചാര്യന്മാരാണ്, പറഞ്ഞു കൊടുക്കേണ്ടവരും കൂടിയാണ്. അവർ വെറും കർമ്മികളായി മാറി. വാസ്തവത്തിൽ നമ്മുടെ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചുതി വന്നുപോയി. ബ്രാഹ്മണൻ എന്നാൽ പൂജാരി ആയിരുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദമറിയുന്ന ആളായിരുന്നു, ബ്രഹ്മജ്ഞനായിരുന്നു. അത് പിന്നീട് പൂജാരിയായിട്ട് അതപ്പതിച്ചു പോയി. ഹിന്ദുമതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഹിന്ദുക്കൾക്ക് അതേ വേണ്ടു. കാരണം ബ്രാഹ്മണനായി ജനിച്ചവനെ കൊണ്ട് പൂജ ചെയ്താലേ ദൈവത്തിന് ശക്തി വരുള്ളൂ എന്നുള്ള. ദൈവം ഹോർലിക്സും ബൂസ്റ്റും കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ വന്നുപോയി. ഭക്തിയുള്ള ആർക്കും പൂജ ചെയ്യാം. ഭാഗവതത്തിൽ നിങ്ങൾ ഏകാദശ സ്കന്ധം എടുത്ത് വായിക്കൂ. ഉദ്ധവരോട് പറയുന്നതുണ്ടല്ലോ, സ്ത്രീകൾക്ക് പോലും പൂജ ചെയ്യാന്നാണ് കൃഷ്ണൻ പറയുന്നത്. അന്നത്തെ നവോത്ഥാനം ഏകാദശ പുസ്തകം കാണിച്ചു തരാം നിങ്ങൾക്ക്. കൃഷ്ണൻ 5000 വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ ശൂദ്രാണം, ആർക്ക് വേണേയും പൂജ ചെയ്യാന്നാണ്. മനസ്സിലാവുണ്ടല്ലോ? അത് കാലം കൊണ്ട് മാറിപ്പോയി. നമുക്ക് നിൽക്കട്ടെ. നിയമേന ജപേന. പിന്നെ നാലാമത്തതാണ് ഏത്? അന്നദാനവും ഉത്സവവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അന്നദാനം, ഉത്സവം, ഇങ്ങനെ 5 എണ്ണം. ഏതൊക്കെ ഇപ്പം പറഞ്ഞത്? ആചാര്യ തപസ, ആമ്നായ, നിയമേന ജപേന, ഉത്സവേന, അന്നദാനേന ക്ഷേത്രം അഭിവൃദ്ധിസ്തു പഞ്ചത. ഇതിലെവിടെയാ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്? അച്ഛനും അമ്മയും മക്കൾക്ക് പോയി വഴിപാട് ചെയ്താൽ ദൈവം സന്തോഷിക്കുന്നുള്ളത്. നേരെ മറിച്ച് നിയമേന ജപേന, അതും അതുപോലെ ആമ്നായ, ശാസ്ത്ര പഠനങ്ങളും, ഇതൊക്കെ നമ്മൾ വഴിതെറ്റിച്ചു. ഞാൻ പറയുന്നത് കാർണോമാർ എഴുതി വെച്ച പുസ്തകത്തിലെ വരികളാണ്. സ്വാമി ഉദിച്ചൈതന്യയുടെ അഭിപ്രായമല്ല, തന്ത്രശാസ്ത്രത്തിലെ വരികളാണ്. ഇതെവിടെയാ? ഏത് ഹിന്ദുവിനാ അറിയുക? ആര് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്? മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ കാലം കൊണ്ട് നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ ച്യുതി സംഭവിച്ചപ്പോഴാണ് ആത്മഹത്യകളും തെറ്റിദ്ധാരണകളും കൊലപാതകങ്ങളും എല്ലാം ഹിന്ദുമതത്തിൽ അടിഞ്ഞുകൂടിയത്. ആണോ? പറയൂ നിങ്ങൾ. അത് ഇത് മാറ്റിയെടുക്കണോ വേണ്ടയോ? പറയൂ നിങ്ങൾ. ഈ ചളിക്കുണ്ടിൽ വീണ ഒരു കാറ് പൊക്കിയെടുത്ത് റോട്ടിലേക്ക് ഇടുന്ന പോലെ ഇപ്പം നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ അവസ്ഥ. ഇതൊരു വല്ലാത്ത കുഴിയിൽ വീണുപോയി. ഇനി എല്ലാവരും ഇതിനെ ഒന്ന് പഴയ ട്രാക്കിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനാവട്ടെ നമ്മുടെ സപ്താഹവും ഈ ചിന്തകളും വിചാരങ്ങളും ഒക്കെ. ഇതിനെല്ലാവരും ഒന്ന് കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു വ്യക്തിക്ക് മാത്രം സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിൻ്റെ കൂടെ പോകാം. 10 രൂപ തിരുമേനിക്ക് കൊടുത്ത് പടച്ചോനെ ഒക്കെ നോക്കിക്കൊള്ളേന്ന്. അതും മകൻ SSLC പാസ്സാകണം, മകളുടെ കല്യാണം നടത്തണം, അത് കഴിഞ്ഞ് അവൾ പ്രസവിക്കും വേണം, എല്ലാം 10 രൂപയെ തീർത്തു കൊടുക്കണം ഭഗവാൻ. ഭയങ്കരം തന്നെയാണത്. ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ അതല്ല നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വെച്ചത്. ഉദ്ധരേത് ആത്മനാത്മാനം. ഈ ബോധം നമ്മളിൽ ഉണ്ടാവട്ടെ. ക്ഷേത്രം എന്തിനാണോ പൂർവികർ വെച്ചത് ആ പർപ്പസിന് തന്നെ ഉപയോഗിക്കാൻ നമുക്ക്
സാധിക്കട്ടെ. അപ്പം നമ്മളുടെ ഗുണപരിവർത്തനങ്ങൾ ഉണ്ടാവും. ആ ഗുണപരിവർത്തനത്തിലൂടെ ഒരു വ്യക്തിയെ നമുക്ക് ക്രമേണ ദൈവീകതയിലേക്ക്, അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്ന ആ ഒരു ആത്മബോധത്തിലേക്ക്, അവനവൻ്റെ അന്തർബോധത്തിലേക്ക്, ആത്മശക്തിയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും.